ഹേ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ 2-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടി ഒരുങ്ങി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ ഈ ഒരു പേടി, അത് കാരണം ഞാൻ ഫോൺ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെത്തി. ഞാൻ ഓണപ്പാട്ടിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഡ്രസ്സൊക്കെ ഇടേണ്ടത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വേറെ കുറച്ച് പേരൊക്കെ ഈ ഗ്രീൻ സാരി എടുത്തേക്കുന്നതൊക്കെ ഡാൻസ് വേണ്ടിയുള്ള, തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് എന്താണെന്നൊക്കെ ഞാൻ അവസാനം പറയാം കേട്ടോ. റിസൾട്ട് അന്ന് തന്നെ കിട്ടും ഞങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കിലേക്ക് വന്നേക്കാണ്. ടീച്ചേഴ്സിൻ്റെ കണ്ണൊന്നും എത്താത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെതായ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സങ്കടം വന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്കൂളുകൾക്കൊക്കെ പിന്നെയും ഈ കളർ ഡ്രസ്സ്, എല്ലാവർക്കും കളർ ഡ്രസ്സ് ഇടാന്നുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ മാത്രമാണ് ഇപ്പോൾ ഇല്ലാത്തത്. പ്രോഗ്രാമിനുള്ള ആൾക്കാർക്ക് മാത്രം കളർ ഡ്രസ്സ്. ഞങ്ങൾക്കിത് ഫുൾ ഡേയും കൂടിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ. റിസൾട്ട് എന്താണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം. ഓണ സെലിബ്രേഷൻ കഴിഞ്ഞ് തോറ്റു തുന്നമ്പാടി വരുന്ന ഞങ്ങളെയാണ് നിങ്ങൾ കണ്ടത്. വെറും തോൽവിയിലല്ല, അടപടലും തോൽവി. ഓണപ്പാട്ടും തോറ്റു. എല്ലാത്തിലും 4-ാം സ്ഥാനം. അവസാനത്തിൽ ഒന്നാമത്. ഞങ്ങളുടെ മേക്കപ്പ് ഒന്നും വെള്ളത്തിൽ ഒളിച്ചു പോയില്ല. അതാണ് ഏക ഒരു സമാധാനം. ഞാൻ ഹീലിട്ടേക്കുന്നോണ്ട് ഈ വെള്ളം എത്തുന്നില്ല. ഞാനും ഹീലായിട്ടേക്കുന്നത് ഒരു കാര്യമില്ല. ഞങ്ങൾ ക്യാൻറ്റീൻ പോകുകയാണ് കഴിച്ചത്. അതെ, ഒരുത്തിയെ കാണുന്നില്ല. അവളുടെ കൂട്ടുകാരി കിട്ടിയപ്പോ ഞങ്ങളെ വിട്ടുപോയി. എന്തേ വരുന്നു? ഹൈ ഹൈ. ഞങ്ങൾ ക്യാൻറ്റീനിൽ പോകുന്നു. പൈസ ഉണ്ടോ? എത്ര വേണ്ട? അതവിടെ ചെന്നിട്ട് നമുക്ക് സർപ്രൈസ്. ഞാൻ ഓസ്. 40 രൂപയ്ക്ക് നമുക്ക് എന്ത് വെള്ളം വാങ്ങിക്കാം. ലേസ് വാങ്ങിക്കാം, ഐസ്ക്രീം വാങ്ങിക്കാം, എന്ത് വാങ്ങിക്കാം. ഒരു കാര്യം ചെയ്യാം, 10-ന്റെ 3 ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഒരു ലേസ് വാങ്ങിക്കാം. 40 രൂപ നമ്മൾ പൊട്ടിച്ചിട്ടേ വീട്ടിലേക്ക് പോകും. പൈസ എടുക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം. ഞാൻ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതെ, ഇവിടെ വലിഞ്ഞേറുക. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. കൊള്ളാം. ഇതാണ് ഞങ്ങളുടെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇതെന്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇവളുടെ ഞങ്ങളെ കൂട്ടാതെ ഫുഡ് കഴിക്കാൻ വന്ന കുറച്ച് ആൾക്കാർ. വൈക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് എല്ലാത്തിലും. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കണ്ടോളൂ. അപ്പോൾ ബൈ. ഹലോ. അയ്യോ, അവിടെ ആൾക്കാരൊക്കെ നോക്കുന്നു. ചിരി വരുന്നു എനിക്ക്. മനുഷ്യ ആൾക്കാരൊന്നും ഇല്ലാത്ത അടുത്തേക്ക് നമുക്ക് പോവാം. എന്നിട്ട് എടുക്കാൻ പറ്റും. അടി ഭയങ്കര ഊട്ടപ്പറ. ഇതേതാടി സൈക്കിൾ ഇത് ഫുൾ കട്ട് ചെയ്തിട്ട് വരിയാക്കിട്ട് എന്നിട്ട് ഞങ്ങള് കണ്ടില്ലേ ഗൈസ്, ദേവപ്രിയയുടെ തനി നിറം.